ഹായ് ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി പ്ലാന്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ശംഖുപുഷ്പം മരമാണിത്. അതെ, മരത്തിൽ ശംഖുപുഷ്പം പിടിക്കുന്ന അപൂർവ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും ശംഖുപുഷ്പം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലേ, നമ്മുടെ മലയാളികൾക്ക് മറക്കാനാവാത്ത, ഒഴിച്ചുകൂടാനാവാത്തൊരു പൂവാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം പല നിറത്തിലുണ്ട്. ശംഖുപുഷ്പം വള്ളിയാണെന്ന് അറിയാത്ത മലയാളികൾ ആരുമില്ല. ഒരു വള്ളിച്ചെടിയിലാണ് ശംഖുപുഷ്പം സാധാരണ പിടിക്കാറുള്ളത്. എന്നാൽ മരത്തിൽ ശംഖുപുഷ്പം പിടിക്കുമോ എന്ന് ചോദിച്ചാൽ പിടിക്കില്ല എന്ന് നേരത്തെ എല്ലാവരും പറയുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം ഇതാണ് ശംഖുപുഷ്പം. മരത്തിലാണ് ഈ ശംഖുപുഷ്പം പിടിക്കുക. വളരെ റെയറായിട്ടുള്ളൊരു മരമാണ് കേട്ടോ. അധികം ഒന്നുമില്ലാത്ത വളരെ റെയറായിട്ടുള്ളൊരു മരമാണിത്, ശംഖുപുഷ്പം. നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കുക, നന്നായിട്ട് പിടിക്കുകയും ചെയ്യുന്ന ഒരു പൂമരം കൂടിയാണിത്. അടിപൊളിയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടന്നാണ് ഇതിൻ്റെ പൂക്കൾ പിടിക്കുക. നല്ല എന്താ പറയുന്നത്, ഒരു തരം വയലറ്റ് കളർന്ന മെറൂൺ നിറമാണിത്. നല്ല രസമാണ് കാണാൻ. തേനുണ്ട്, മണമുണ്ട്, ബട്ടർഫ്ലൈസൊക്കെ വന്ന് ഇങ്ങനെ കുഞ്ഞു കുരുവികളൊക്കെ വന്ന് ഈ പൂവിനുള്ളിൽ നിന്ന് തേൻ കുടിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് പൂത്തതിൻ്റെ വീഡിയോ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ റെയറായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്ലാന്റാണ്. ഒരുപാട് സ്ഥലങ്ങളിലൊന്നുമില്ല, വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു പ്ലാന്റാണിത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ കായ് കഴിഞ്ഞു. കാര്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 300-ൽ കൂടുതൽ തൈകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ സെയിൽ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു പ്ലാന്റ് എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റ് പൂക്കാൻ എത്ര നാളെടുക്കുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ശരിക്കും 6 മാസം ആകുമ്പോൾ തന്നെ ഇത് പൂത്ത് തുടങ്ങും. എങ്ങനെയാണെന്നറിയാമോ, ഈ ശംഖുപുഷ്പത്തിന് വിത്തുകൊണ്ട് ലെയർ ചെയ്തും തൈകൾ എടുക്കുന്നുണ്ട്. വിത്തിൻ്റെ തൈകളാണ് ഇടുന്നതെങ്കിൽ ഒരു 3 വർഷത്തോളം എടുക്കും ഇത് പൂക്കാനാണ്. പക്ഷേ ലെയർ ചെയ്ത തൈകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും 6 മാസം ആകുമ്പോൾ തന്നെ ഇത് പൂത്ത് തുടങ്ങും. ചെറിയ തൈകളിൽ തന്നെ പൂക്കൾ വന്ന് തുടങ്ങുന്നൊരു പ്ലാന്റാണിത്. ഇതെനിക്ക് തോന്നുന്നു ലെയർ ചെയ്ത തൈ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ചെറുതിലേ തന്നെ നന്നായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 1 വർഷത്തോളം പഴക്കമുള്ള ചെടിയാണെന്ന് തോന്നുന്നു, തൈയാണെന്ന് തോന്നുന്നു. ഇത് മരമാവും കേട്ടോ. മരമായിട്ട് നല്ല രസമായിട്ട് പൂത്തൊളഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ തൂങ്ങി ഇറങ്ങുന്ന പൂക്കളാണ്. നല്ല രസമായിട്ട് നല്ല ഡാർക്ക് വയലറ്റ് കളറിലൊക്കെയാണ് ഇതിൻ്റെ പൂക്കളിങ്ങനെ നിൽക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള പൂക്കളാണ്. സാധാരണ ശംഖുപുഷ്പത്തിൻ്റെ പോലെ ചെറിയ പൂക്കളല്ല. സാധാരണ ശംഖുപുഷ്പത്തിന് ഏതാണ്ട് 3 ഇരട്ടിയോളം വലിപ്പം വരെ വെക്കുന്ന പൂക്കളാണ്. നല്ല രസമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് പൂമരമായിട്ടൊക്കെ വളർത്താൻ പറ്റും. റോഡരികിലൊക്കെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി മരങ്ങൾ ഒരുപാട് പേര് വെച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് വളർത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വലിയ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ പാർക്കുകളിൽ ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പൂമരം കൂടിയാണത്. അപ്പോൾ പൂമരത്തിൻ്റെ ഇഷ്ടമുള്ളവരെല്ലാം, പൂമരം ഇഷ്ടമുള്ളവർ, വെറൈറ്റി പൂമരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ മരം നല്ലതാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി തന്നെയാണ്. നല്ല രസമായിട്ട് സീസൺ ഇല്ലാതെ പൂക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസണിൽ പൂക്കുന്ന പൂച്ചെടിയാണെന്നുള്ളത്. ഒരിക്കലുമല്ല, ഇത് സീസൺ ഇല്ലാതെ തന്നെ ഓരോ ട്രിപ്പ് പൂ കഴിയുമ്പോഴും വീണ്ടും വീണ്ടും പൂക്കുന്നുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് അത് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി പൂമരമാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൂമരം ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഈ പൂമരം നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇത് നമ്മുടെ കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിക്കൊരു പാർക്കുണ്ട്, ഒരു ഹോർട്ടികോർപ്പിൻ്റെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിനുള്ളിലാണ് ഇത് നിൽക്കുന്നത്. നല്ല രസമായിട്ട് അവർ വളർത്തിയിട്ടുണ്ട്, നല്ല സ്റ്റൈലായിട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പ്ലാന്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇത് വിൽപ്പനയ്ക്കായിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഇത് വിൽപ്പന ചെയ്യുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ ഈ പ്ലാന്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലെയർ ചെയ്ത തൈകളാണ് വിൽപ്പനയ്ക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.